ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ധർണ നടത്തി. GST ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകൾ GST ഓഫീസ് ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഡീസൽ വില അടിക്കടി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് വ്യവസായ മേഖല നടത്തിക്കൊണ്ടു പോകാനാകാത്ത അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പൊതുഗതാഗത നയം രൂപീകരിച്ചിട്ട് പ്രൈവറ്റ് ബസ്സിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യവസായമായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകും. 30,000-ൽ പരം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരും അനുബന്ധമായിട്ടുള്ള അവരുടെ കുടുംബങ്ങളും ഒരു 60,000 കുടുംബങ്ങളുണ്ടാവും. അതുപോലെ തന്നെ 8,000-ഓളം ബസ് ഉടമസ്ഥന്മാര് ഈ മേഖലയിലുണ്ട്. ആ 8,000-ഓളം ബസ് ഉടമസ്ഥന്മാരുടെ കുടുംബവും മുഴു പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥയിലാണ്. അപ്പൊ ഞങ്ങൾ രണ്ട് ഗവൺമെന്റിന് മുമ്പാകെ പറയാനുള്ളതെന്ന് വെച്ചാൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഈ ബസ് മേഖല തകർന്നടിയുമ്പോൾ ഞങ്ങളെയും കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ വ്യവസായത്തെ സംരക്ഷിച്ചു പോകണം. സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാൻ പ്രത്യേക നയം രൂപീകരിക്കണം എന്നാണോ? ഒരു ഗതാഗത നയം രൂപീകരിച്ചുകൊണ്ട് പ്രൈവറ്റ് ബസ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നയം രൂപീകരിക്കാം. അങ്ങനെയാകുമ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ഇന്ധന വില വീണ് മറ്റുള്ള വില വർധനവും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ ഒരു ചാർജ് വർദ്ധിപ്പിക്കാൻ ഒരു പ്രത്യേക കമ്മിറ്റി നിയോഗിച്ചു കഴിഞ്ഞാൽ ഈ ബസ് വ്യവസായം നമുക്കറിയാം. 2010-15 കാലഘട്ടത്തിൽ 30,000-ഓളം ബസ്സുകൾ ഉണ്ടായ സമയത്ത് ആ ടാക്സ് ഇനത്തിലും ആ നികുതിനത്തിലും കിട്ടുന്ന വരുമാനങ്ങൾ ഗവൺമെന്റ് എത്രയായിരുന്നുള്ളത് അതിൽ നിന്ന് 8,000-ആയി ചുരുങ്ങുമ്പോൾ ഗവൺമെന്റിലേക്കുള്ള റവന്യൂ വരുമാനം കൂടുന്നതോടൊപ്പം തന്നെ ഈ ഡീസൽ വില വർധനവ് കൊണ്ട് ഞങ്ങൾ ഒന്നുമല്ലാതെ മുഴുപട്ടിണിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. TV ബാബു അധ്യക്ഷത വഹിച്ചു. റിനീഷ് എടത്തിൽ, NV അബ്ദുൾ സൽത്താർ, EK അബ്ദുൾ റഹ്മാൻ, MS ഷാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സർക്കാർ പ്രൈമറി സ്കൂളുകളിലും അങ്കണവാടികളിലും മോണ്ടിസോറി കരിക്കുലത്തിന്റെ